Hello and welcome back to my UK to India travel part 2. ഈ റിയാക്ഷൻ വീഡിയോ നിങ്ങൾ ഓൾറെഡി റീലായിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും. ആൻഡ് ദിസ് ഇസ് ടു സ്പെഷ്യൽ ഫോർ us സീരിയസ്ലി. ഇതിനകത്ത് ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയത് അമ്മയുടെ റിയാക്ഷനാണ്. അമ്മ ഞെട്ടിയിരിക്കുകയാണ്, ശരിക്കും ഷോക്കായിട്ട് ഇരിക്കുകയാണ്. അതുപോലെ ഇവന്മാരും വളരെ ഷോക്ക്ഡായിരുന്നു. അവർ കുറേ നേരം കുരയ്ക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഇത് നമ്മുടെ സ്ഥിരം പെട്ടിപ്പൊട്ടിക്കൽ സീനാണ്. അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ വരുന്ന വഴിക്ക് ഞങ്ങൾ ഓൾറെഡി ഗിഫ്റ്റൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൊടുത്ത് പിന്നെ കുറേ വേറെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഓപ്പൺ ചെയ്ത് ഇത് അനിയത്തിയുടെ കമ്പനിയിൽ നിന്ന് അവർക്ക് കപ്പ് കൊടുത്താണ്. അപ്പോൾ അവളത് ഭയങ്കര ഹാപ്പിലി ആൻഡ് പ്രൗഡ്ലി വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കും. പിന്നെ കുറച്ച് സീഡ്സും സ്വീറ്റ്സ്, അതുപോലെ കുറച്ച് ക്രോക്കറി ഐറ്റംസ്, അങ്ങനെ നമ്മൾ സാധാരണ കൊണ്ടുവരുന്ന കുറച്ച് ഐറ്റംസൊക്കെയാണ് ഇത്തവണയും കൊണ്ടുവന്നത്. ആദ്യമായിട്ടായിരുന്നു ഞാനും ബെയിലീസിൻ്റെ ഈ ട്രഫിൾ ചോക്ലേറ്റ് ട്രൈ ചെയ്തിട്ടില്ലായിരുന്നു. അച്ഛൻ്റെ റിയാക്ഷനും ലിക്ക ചോക്ലേറ്റ് ആയതുകൊണ്ട് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടൊരു ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ആദ്യത്തെ ആ കുറച്ച് മൊമെൻറ്റ്സ് ഭയങ്കര ഹേസ് ആയിരിക്കും. എന്താണ് സംഭവിക്കുന്നതെന്ന് ആക്ച്വലി നമുക്ക് മനസ്സിലാവാത്തൊരവസ്ഥയാണ്. അപ്പം ഞാൻ എന്തൊക്കെയോ ഇവിടെ ഇങ്ങനെ ബ്ലാബർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലിറ്ററലി. അപ്പോൾ ഇതിപ്പം ഓഡിയോ എനിക്ക് ഇടാൻ പറ്റില്ല, അത്രയ്ക്ക് ബ്ലാബറിങ് ആണ്. അപ്പം എന്തൊക്കെയോ ഇങ്ങനെ കുറേ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ഞാനിങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ ഷെയർ ചെയ്യുന്ന ആ ഒരു ഫ്ലോയിലാണ് ഇപ്പം നിൽക്കുന്നത്. പക്ഷേ എനിക്ക് ബിക്കോസ് ബിഫോർ ട്രാവലിംഗ് ദി ആൻറ്റിസിപ്പേഷൻ ഇസ് റിയൽ. എക്സൈറ്റ്മെൻറ്റ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇത്തവണ എക്സൈറ്റ്മെൻറ്റിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട് പണി കഴിഞ്ഞിരിക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ വീട് ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി സാധനങ്ങൾ അവിടെ ഇവിടെയും മാറിയൊക്കെ ഇരിക്കുകയാണ്. കുറേ സാധനങ്ങൾ എവിടെയാണെന്ന് പോലും അറിയില്ല. അത് ഞാൻ ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഈ സാധനങ്ങൾ അടുക്കി പെറുക്കുന്നതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ നമ്മൾ കുറേ നാളായിട്ട് കാണാത്ത കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ പൊങ്ങി വരും. ഈ പെർട്ടിക്കുലർ ക്രോക്കറി ഷെൽഫ് ഇത്തവണ നമ്മൾ പ്രത്യേകം പറഞ്ഞുണ്ടാക്കിച്ചൊരിതാണ്. അങ്ങനെ അടുക്കി പെറുക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇത് എൻ്റെ അമ്മൂമ്മയുടെ ക്രോക്കറി സെറ്റാണ്. അതായത് ഒരു 10-60 വർഷത്തിൻ്റെ മേളിൽ പഴക്കമുള്ളൊരു സെറ്റാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചെടുത്ത് വെക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടും. പിന്നെ ഇങ്ങനത്തെ ക്രോക്കറി കട്ട്ലറി എനിക്കും അമ്മയ്ക്കും അനിയത്തിക്കും അച്ഛനും എല്ലാവർക്കും ഇഷ്ടമാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര അധികം ക്രേസുള്ളൊരു കാര്യമാണ്. പിന്നെ വിൻറ്റേജ് ഐറ്റംസ് ആണെങ്കിൽ പറയാൻ കൂടെ വേണ്ട, അത് അത്രയും സ്പെഷ്യലാണ്. പിന്നെ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ സാധനങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ അടുക്കി പെറുക്കി എല്ലാവരും ഓരോരോ ടാസ്കിലായിരുന്നു. അങ്ങനെ കണ്ടൊരു ക്യൂട്ട് ഷോട്ടാണ്. ഇതെനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. അച്ഛനും അമ്മയും അവളെ വീഴാതെ മുകളിലേക്ക് പിടിച്ച് സപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. പിന്നെ ഇത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെയാണ് അടുത്ത ദിവസത്തെ. അപ്പം ഞങ്ങൾ വന്നതേ ഇതായിരുന്നു, നമുക്ക് നല്ല ഹോം വീട്ടിലുണ്ടാക്കുന്ന അമ്മയും അച്ഛനും ഒക്കെ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഭയങ്കര കൊതിയുണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും ഞങ്ങൾ 10 ദിവസമാണ് നിന്നെങ്കിലും ഫുള്ളായിട്ട് സാധിച്ചു. പിന്നെ ഞങ്ങളിങ്ങനെ ഓരോ ചെറിയ ചെറിയ ടാസ്ക് ചെയ്ത് തീർക്കുന്ന ഒരു തിരക്ക് ഞങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ കിച്ചൺ സെറ്റ് ചെയ്യുന്ന ഒരു സീനാണ്. എത്ര സമയം എടുക്കുന്നത് ഇത് ലോഡ് ആവാൻ? ഓരോരോ കടല ഓരോരോ അരിയും ഞാൻ പെറുക്കി എടുക്കുന്നു. ഇതിങ്ങനെ കളർ കോർഡിനേറ്റ് ചെയ്ത് ഇട്ട് കുപ്പിയൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ കുപ്പിയൊക്കെ വാങ്ങിച്ച് അങ്ങനെ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ ഒരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും ഭയങ്കര, കാരണം കുപ്പി വാങ്ങിച്ച് ഇതെല്ലാം ഇട്ട് നമ്മൾ എല്ലാം കിച്ചണൊക്കെ സെറ്റ് ചെയ്ത് വരുമ്പോൾ ഒരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ്. പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ ചക്ക സീസൺ ആയിരുന്നു. അപ്പം പറമ്പിൽ നിന്ന് കുറേ ചക്കയൊക്കെ കിട്ടി. ഈ വട്ടം വെക്കേഷന് പോയപ്പോൾ എല്ലാം ഒരു ചക്കയൊരുക്കലൊരു മെയിൻ പരിപാടി തന്നെ ആയിരുന്നു. ഇഷ്ടംപോലെ ചക്ക കിട്ടിയപ്പോൾ അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഇരുന്ന് ചക്ക ഒരുക്കി. അച്ഛൻ, അമ്മ, അനിയത്തി, അതുപോലെ ഇത് കുഞ്ഞുമോളാൻ്റെ നമുക്ക് വളരെ വേണ്ടപ്പെട്ടൊരു ആൻറ്റിയാണ്. എല്ലാവരും കൂടെ ഇരുന്നാണ് ചക്ക ഒരുക്കിക്കൊണ്ടിരുന്നത്. Table done was such a task, but finally I
I'm so happy. Look at the time. It's 1:30. But I'm really happy. There's a lot of shit around this area, but we're going to clear it tomorrow. And I'm hoping that I get to finish off the kitchen space. There's a lot to put away, but I'm just trying. I'm doing it slow because there's so many things that come in, and it's really hard to then just get it going. But anyways,